Hello everyone, welcome you all back to a new vlog. ഇത് നമ്മുടെ വോട്ടേഴ്സ് ഇൻഫർമേഷൻ കാർഡാണ്. ഇത്തവണ ഫെഡറൽ ഇലക്ഷൻ വളരെ നേരത്തെയാണ്. ഏപ്രിൽ 28-നാണ് ഇലക്ഷൻ ഡേ എങ്കിലും നമുക്കിവിടെ അഡ്വാൻസ് ആയിട്ട് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കും. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേർക്കും നല്ല പനിയായിട്ട് ഇരിക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് ഫെഡറൽ ഇലക്ഷന് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്, സോ അത് മിസ്സാക്കണമെന്ന് തോന്നിയില്ല. വോട്ടിംഗ് സെൻറ്റർ എന്ന് പറയുന്നത് ഈ ചർച്ചിനുള്ളിലാണ്. ഞാൻ പെട്ടെന്ന് ക്വിക്കായിട്ട് എടുത്ത കുറച്ച് വിഷ്വൽസ് ആണ്. നമുക്ക് ഉള്ളിലേക്ക് ക്യാമറയൊന്നും കൊണ്ടുപോകാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് വേറെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പ്രൊവിൻഷ്യൽ ഇലക്ഷൻ നടന്നപ്പോൾ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് പല രീതിയിൽ വോട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഏകദേശം 7.3 മില്യൺ കനേഡിയൻസ് അഡ്വാൻസ് ആയിട്ട് വോട്ട് രേഖപ്പെടുത്തി എന്നാണ് ന്യൂസിലൊക്കെ കാണാൻ കഴിഞ്ഞത്. നാട്ടിൽ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ കയ്യിൽ മാർക്ക് ചെയ്യുമല്ലോ, ആ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. അതിന് പകരം ഇലക്ഷൻ കാനഡ അയച്ചു തരുന്ന ആ വോട്ടേഴ്സ് ഇൻഫർമേഷൻ കാർഡ് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യും. നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബുക്ക്ലെറ്റ് ഇലക്ഷൻ ഒഫീഷ്യൽസിൻ്റെ കയ്യിലുണ്ടാവും. വൺസ് വോട്ട് ചെയ്ത് കഴിയുമ്പോൾ അവരെ നമ്മുടെ പേര് അതിൻ്റെ അകത്തുനിന്ന് സ്ട്രൈക്ക് ചെയ്ത് കളയും. ഇത് ഈസ്റ്ററിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ്. വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം ഞങ്ങൾ നേരെ ഈസ്റ്ററിൻ്റെ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് പോയത്. യൂഷ്വലി ഏറ്റവും അടുത്തുള്ള ഗ്രോസറി ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് തിരിച്ചെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറ്. പനിയായതുകൊണ്ട് 2-3 ദിവസത്തേക്ക് പുറത്തേക്കൊന്നും അധികം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, സോ അതിൻ്റെ ഒരു മടുപ്പുണ്ടായിരുന്നു. നമുക്ക് വേണ്ട കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി ഇപ്പോൾ ഫ്രഷ്കോയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ സോബീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു കനേഡിയൻ ഗ്രോസറി ചെയിൻ ഉണ്ട്. സോബീസിൻ്റെ തന്നെ ഡോട്ടർ കമ്പനിയായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഫ്രഷ്കോ. പൊതുവെ ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ കുറച്ച് വിലക്കുറവുള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മൾ യൂഷ്വലി വരുന്ന ഫ്രഷ്കോ ഇതല്ല. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ വേറൊരെണ്ണം ഉണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ വോട്ട് ചെയ്യാൻ വന്ന സ്ഥലത്തിനടുത്തായതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മൾ നേരെ പ്രൊഡ്യൂസിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. കാരണം നമുക്ക് അവിടെ നിന്ന് കുറച്ച് സിലിണ്ടറോ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എടുക്കാനുണ്ടായിരുന്നു. നാട്ടിലെ പോലെ തന്നെ ഇവിടെ കപ്പയും ചേനയും മാങ്ങയും എല്ലാം കിട്ടും. പക്ഷെ കുറച്ച് വിലയുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നോക്കിയെടുത്തില്ലെങ്കിൽ ഉള്ളിൽ ചിലപ്പം ചീത്തയായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാധനം മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കട്ട് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഉൾവശം മൊത്തത്തിൽ ചീത്തയായിട്ടുണ്ടെന്ന് നമ്മൾ അറിയുക. ബട്ട് കുഴപ്പമില്ല, നമ്മൾ മേടിച്ച സാധനം കൊള്ളൂല്ലെങ്കിൽ അതിൻ്റെ റെസിപ്റ്റും ആ സാധനവും കൊണ്ട് തിരിച്ച് ഷോപ്പിൽ വന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് റീഫണ്ട് ചെയ്ത് തരാറുണ്ട്. പിന്നെ എല്ലായ്പ്പോഴും സാധനമൊക്കെ മേടിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കൊള്ളൂല്ലെങ്കിൽ ചിലപ്പോൾ എടുത്ത് കളയും, കാരണം തിരിച്ചു വരാനുള്ള മടിയുണ്ട്. ഇവിടെ അത്യാവശ്യം നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന സ്പൈസസും അതുപോലെ വീറ്റ് ഫ്ലോറും അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. നാട്ടിലെ 50-50യും പാളജിയും ഒക്കെ ഇവിടെ കിട്ടും. കുറച്ച് നാൾ മുമ്പാണ് ഒൻറ്റാരിയോയിലെ ഗ്രോസറി ഷോപ്പുകളിൽ ആൽക്കഹോളിക് ബെവറേജസ് സെല്ല് ചെയ്യാൻ തുടങ്ങിയത്. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം അവിടുന്ന് എടുത്തിട്ട് ബില്ല് പേ ചെയ്ത് നമ്മൾ അവിടുന്ന് വേഗം ഇറങ്ങി. ഇന്നിവിടെ ഈസ്റ്ററിൻ്റെ തലേ ദിവസമാണ്. ബട്ട് സ്ട്രീറ്റ് എല്ലാം വളരെ ക്വയറ്റായിട്ടാണ് ഇന്ന് കാണുന്നത്. കാനഡയിലെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള റിലീജിയനാണ് ക്രിസ്ത്യാനിറ്റി. രസം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പകുതി ആളുകളും അങ്ങനെ റിലീജിയൻ ഫോളോ ചെയ്യുന്നവരല്ല. കാനഡ ഒരു സെക്യുലർ കൺട്രി ആയിട്ടാണ് പറയപ്പെടുന്നത്. കാനഡ വളരെ പോപ്പുലറായിട്ട് അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് ഇമിഗ്രൻസ് എന്നാണ്. കാനഡയുടെ യഥാർത്ഥ അവകാശികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ നേറ്റീവ്സ് ആണ്, അതായത് ഇവിടുത്തെ ഇൻഡിജിനസ് പീപ്പിൾ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മോണ്ടി തേഴ്സ്ഡേ അന്ന് ഈവനിങ്ങിന് മോഹോക്ക് കോളേജിലെ ഒരു സ്റ്റുഡൻറ്റ് ഒരു ഷൂട്ട് ഔട്ടിൽ മരണപ്പെട്ടിരുന്നു. അത് ഈ സ്ട്രീറ്റിൽ എവിടെയോ വെച്ചാണ് സംഭവിച്ചത്. നമ്മളിപ്പം പോകുന്നത് ഒരു കേരള ഗ്രോസറി സ്റ്റോറിലേക്കാണ്. അതിൻ്റെ പേര് കാർഡമം കിച്ചൺ എന്നാണ്. നമ്മൾ ആക്ച്വലി ഇവിടെ വന്നത് കേരള സ്റ്റൈലിലുള്ള ചില്ലി പൗഡർ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതൊഴിച്ച് ബാക്കിയെല്ലാം നമ്മളവിടെ നിന്ന് എടുത്തു. ഈ ഒരു ഗ്രോസറി ഷോപ്പിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഷോപ്പിൽ അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടും. ബട്ട് നാട്ടിൽ മേടിക്കുന്ന വിലയ്ക്ക് കിട്ടില്ല, എല്ലാത്തിനും കുറച്ചുകൂടെ വില ഉണ്ടാവും. ഇവിടെ പൊതുവേ ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ പോകുമ്പോൾ വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് സ്റ്റോക്ക് ചെയ്യും. ഒരു വർഷത്തേക്കുള്ള പലചരക്കും സ്റ്റോക്ക് ചെയ്തിട്ടായിരിക്കും ആളുകൾ ഇങ്ങോട്ട് തിരിച്ച് വണ്ടി കയറി വരിക.
ഇവിടെ അവർ അത്യാവശ്യം നാട്ടിൽ കിട്ടുന്ന പലഹാരങ്ങളും സെല്ല് ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല ഫ്രഷ് ആണ്. നമ്മളിവിടെ വരുമ്പോഴൊക്കെ പഴംപൊരി മേടിക്കാറുണ്ട്. കാരണം അത് നമ്മളങ്ങനെ വീട്ടിൽ വെക്കാറില്ല. കാരണം കിട്ടുന്ന പഴം അത്രയും പഴുത്തതൊന്നും ആയിരിക്കില്ല ഇവിടെ. ഇപ്പോൾ ഇങ്ങനെ ഒരു ഷോപ്പ് ഇവിടെ തുടങ്ങിയത് കൊണ്ട് നാടൻ പലഹാരമൊക്കെ കഴിക്കണമെന്ന് ചെറിയ ആഗ്രഹമൊക്കെ തോന്നിയാൽ നേരെ ഇങ്ങോട്ട് വരും. ആരോ കുൽഫി എടുത്തിട്ട് ഫ്രീസർ അടയ്ക്കാതെ പോയതാണെന്ന് തോന്നുന്നു. നമ്മളവിടെ ക്യാഷൊക്കെ പേ ചെയ്ത് അടുത്തത് മീറ്റ് മേടിക്കാൻ വേണ്ടി പോവാണ്. ഈസ്റ്ററൊക്കെ അല്ലേ, ഒരു ലാമ്പ് ബിരിയാണി വെക്കാം എന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിൽ ലാമ്പ് മേടിക്കാനാണ് പോകുന്നത്. ഇവിടെയുള്ള ബുച്ചർ ഷോപ്പുകളിലൊക്കെ പോയാൽ നല്ല മീറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളങ്ങനെ പോയി മേടിക്കുന്നത് വളരെ കുറവാണ്. സമീർ ഹലാൽ ഫുഡ്സ് എന്ന് പറയുന്ന ഈ ഷോപ്പിലാണ് നമ്മൾ ഇന്ന് മീറ്റ് മേടിക്കാൻ വേണ്ടി വന്നത്. ഇവിടെ കൂടുതലും അറബിക് സ്റ്റൈലിലുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ഈ ഇരിക്കുന്നതൊക്കെ സ്വിസ് റോളും മറ്റ് ബക്ലാവയും വേറെ എന്തൊക്കെയാണ് പേരെല്ലാത്തിൻ്റെ ഒന്നും എനിക്കറിയില്ല. കുനാഫയും ബക്ലാവയൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസിൽ പെടുന്ന ഒന്നാണ്. ഇവിടെ ഒരുപാട് പേരറിയാത്ത പേസ്ട്രീസ് ആൻഡ് കൺഫെക്ഷണറീസ് കണ്ടു. ഇതെല്ലാം ഇവിടെ ഇവർ ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനത്തെ ജലേബിയൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ അത് നാട്ടിലെ സ്റ്റൈലിലുള്ള ജലേബി അല്ല. എൻ്റെ ടെംപ്റ്റേഷൻസ് എനിക്ക് സഹിക്കാൻ പറ്റാതെ ഈ 2 സ്വിസ് റോളും ഞാൻ പാക്ക് ചെയ്ത് മേടിച്ചു. നമ്മളിവിടെ വന്നത് ലാമ്പ് മേടിക്കാനാണ്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കണ്ടു. കാനഡയിൽ വന്നിട്ടിപ്പോൾ 7 വർഷമായി. ഈ 7 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ ക്യാമൽ മീറ്റ് ഞാൻ കാണുന്നത്. ഈ ഷോപ്പിൽ മീറ്റ് വാങ്ങണമെങ്കിൽ നമ്മൾ ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്യണം. ഷാൻ അവിടെ മീറ്റ് മേടിച്ചോളാമെന്ന് പറഞ്ഞു. സോ ഞാൻ ആ സമയം കൊണ്ട് ഇവിടെ എല്ലാം ഓടിയാണെന്ന് ചുമ്മാ കുറച്ച് ഷോർട്സ് എടുക്കുമായിരുന്നു. നമ്മൾ രണ്ടുപേരും ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഒരു ഷോപ്പല്ല ഇത്. നമ്മൾ അത്യാവശ്യം എന്തെങ്കിലും മീറ്റ് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് മേടിക്കണം എന്ന് തോന്നിയാൽ മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ. ഒരുപാട് പേരറിയാത്ത ഐറ്റംസ് ഇവിടെ ഇരിക്കുന്നത് കണ്ടു. എന്താണെന്നൊന്നും അറിയില്ല. വല്ലപ്പോഴൊക്കെയാണ് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പുറത്തൊക്കെ പോയി ഷോപ്പ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടു നടക്കുന്ന ഒരു വേറൊരു രസം. അത്യാവശ്യം എല്ലാ അയലിലും പോയി ഞാൻ വീഡിയോ എടുത്തെന്നാണ് തോന്നുന്നത്. ഷാനപ്പിളേക്കും മീറ്റൊക്കെ മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പേ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ഫുഡ് ബേസിക്സിലേക്ക് വന്നു. ഞങ്ങൾ 2 പേർക്കും അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ ഫുഡ് ബേസിക്സിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ കൊണ്ടുപോയി കാർ പാർക്ക് ചെയ്ത് ആ മേടിച്ച സ്വിസ് റോള് അപ്പം തന്നെ കഴിച്ചു. ആ സ്വിസ് റോള് നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിരുന്നു. ചില ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന സ്വിസ് റോളിന് അത്യാവശ്യം കട്ടിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അതെല്ലാം ഉണ്ടാക്കി വെച്ച് 2 or 3 days കഴിഞ്ഞിട്ടുണ്ടാവും. മേ ബി അതുകൊണ്ടായിരിക്കാം. പനി ആയതുകൊണ്ട് അങ്ങോട്ട് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി ഒരു വട്ടം കൂടെ പോയി ഇത് മേടിച്ച് കഴിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഈ ഷോപ്പിൽ നമ്മൾ വന്നത് സത്യം പറഞ്ഞാൽ താറാമുട്ട മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എല്ലാ ഷോപ്പിലും അങ്ങനെ അവൈലബിൾ ആയിട്ട് കണ്ടിട്ടില്ല. ആൽബർട്ടയിലായിരുന്ന സമയത്ത് ഡക്ക് മീറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ താറാമുട്ട അങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഈ സദേൺ ഒണ്ടാരിയോയിൽ വന്നതിന് ശേഷമാണ് താറാമുട്ടയൊക്കെ നമ്മൾ മേടിക്കാൻ തുടങ്ങിയത്.
ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അന്നത്തെ ദിവസം അവിടെ താറാമുട്ട ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. എന്തായാലും ഇവിടെ കയറിയതല്ലേ, കുറച്ച് ക്ലിപ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. ചടപടാന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ മറന്നുപോയ ചില്ലി പൗഡർ വേറൊരു ഷോപ്പിൽ നിന്ന് നമ്മൾ മേടിച്ചു. പിന്നെ ഇവിടെ ഏപ്രിൽ 28-നായിരുന്നു ഫെഡറൽ ഇലക്ഷൻ മെയിനായിട്ട് നടന്നത്. അതിന് മാർക്ക് കാർണിയാണ് ജയിച്ചത്. ലിബറൽ പാർട്ടിയുടെ ലീഡറാണ് അദ്ദേഹം. അങ്ങനെ ഈ വീഡിയോ ഇവിടെ തീരാറായി. ഇനി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.